ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ജനുവരി 15 തൊട്ട് ജനുവരി 31 വരേക്കുള്ള ഒരു ഫലമാണ് പറയുന്നത്. ആ ഫലത്തിൽ മീനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനൻ രാശി പൂരോരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന രാശിയാണ്. രാശിക്ക് മീനൻ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു 2-ൽ വ്യാഴം, 7-ൽ കേതു, 9-ൽ ശുക്രൻ, 11-ൽ 10-ൽ ചൊവ്വയും ബുധനും, 11-ൽ സൂര്യൻ, 12-ൽ ശനി. ഇതാണ് ഗ്രഹസ്ഥിതി. 2-ൽ അനുകൂലപരമായിട്ടുള്ള വ്യാഴൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 7-ൽ ശനിയുണ്ട്. എന്നിരുന്നാലും സൂര്യചാരവശാൽ 11-ൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം വളരെ സുഭിക്ഷപരമായിട്ടുള്ളൊരു സമയമാണ്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും അംഗീകാരവും അധികാരപൂർവമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള എല്ലാവിധ പേപ്പർ വർക്കുകളും ധനസഹായങ്ങളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തൊഴിലുകളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള അംഗീകാരങ്ങളും എല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ PSC പരീക്ഷ എല്ലാം എഴുതിയിരിക്കുന്ന അവർക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വിളിക്കാനുള്ള സാധ്യത ഈ ദിവസത്തിനകം കാണാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതിൽ പോലീസ് സംബന്ധമായിട്ടുള്ളത് കർമ്മസ്ഥാനത്തിൽ 10-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന കാരണം കൊണ്ട് പോലീസ് സംബന്ധമായിട്ടുള്ള ടെസ്റ്റ് എഴുതിയവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുകാരണം തന്നെ കർമ്മ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയുടെ ലാഭവിഹിതം കൂടുവാനുള്ള അവസരങ്ങൾ വന്ന് കാണുന്നുണ്ട്. ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഐശ്വര്യ അഭിവൃദ്ധിയും വാക്ക് സംബന്ധമല്ല അവനവൻ പ്രവർത്തിക്കുന്ന വാക്കുകളിലൂടെ ഉള്ള സംഭാഷണങ്ങളിലൂടെയും മറ്റുള്ളതെയും അതിജീവിച്ചുകൊണ്ടിരിക്കുക. അത് ആ ഉപജീവന മാർഗം, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർമാരായാലും ജോത്സ്യന്മാരായാലും അതുപോലെ തന്നെ വക്കീലന്മാരായാലും അവരെല്ലാം വാക്കുകൾ സംഭാഷണം കൊണ്ടുള്ള ജീവിതമാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള തൊഴിൽ. അങ്ങനെയുള്ള വാക്ക് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും കൂടുതൽ വരുമാന മാർഗം നേടുവാനുള്ള സഹായഹസ്തങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. ഉദ്ദിഷ്ടകാര്യത സാധിക്കാൻ വേണ്ടി ഗണപതിക്ക് കറുകമാല, ഗണപതി ഹോമം എന്നിവ നടത്തുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യം നടക്കുകയും വിവാഹ സംബന്ധമായ തടസ്സങ്ങളെല്ലാം നീങ്ങി വരുവാനുള്ള സാധ്യതയും എല്ലാം ജന്മത്തിൽ കാണുന്നുണ്ട്. ജന്മത്തിൽ രാഹു 7-ൽ കേതു സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ രാഹു കേതുക്കൾക്ക് പരിഹാരം രാഹു കേതു പൂജ അല്ലെങ്കിൽ നാഗങ്ങൾക്ക് 100 പാലും ഇവ കൊടുക്കുന്നത് കൊണ്ട് ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ട് രാഹുവിൻ്റെ ദോഷം മാറിക്കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഉത്സാഹപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ അതിന് തുടക്കം കൊടുക്കേണ്ടതായിട്ടുള്ള ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വീട് നിർമ്മാണം, ഭവനപ്രവേശം, അത് ഗൃഹപ്രവേശം എന്നിവയ്ക്കെല്ലാം കൂടുതലും ആക്കം കൂട്ടുന്ന ഒരു ഇതാണ് വരുന്നത്. അതായത് ഗുണമേന്മ ഉണ്ടാകുന്ന സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൽ ഉത്സാഹങ്ങൾ കാണിക്കും. വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള തൊഴിലും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന, വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന, വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ദിനങ്ങളിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ജനുവരി മാസം 15 തൊട്ട് 31 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉപജീവന മാർഗം, അതായത് വൻകിട നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഭവനത്തിൽ വന്ന് കയറുവാനും ധനമാർഗങ്ങളിലൂടെ സമ്പാദിച്ചു കൂട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കൂടുതൽ ബിസിനസ്സുകൾ പുരോഗമനത്തിലേക്ക് വരികയും ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുകയും വിദേശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പേപ്പർ വർക്കുകളെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുകയും വിദേശ സംബന്ധമായിട്ടുള്ള കരാറുകൾ ഉറപ്പിക്കുവാനും വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ജോലി മാർഗങ്ങൾ തേടുവാനും വിസിറ്റിംഗ് വിസയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം പോയി കഴിഞ്ഞാൽ മികവ് വിറ്റുവാനും പെട്ടെന്ന് എളുപ്പത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ മാസം എന്തായാലും ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഈ മാസമല്ല ഈ ദിവസങ്ങളിൽ, അതായത് ജനുവരി 15 തൊട്ട് 31 വരെയുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ഗുണമേന്മകൾ ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത്യുത്കരമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് വിജയിച്ചെടുക്കുവാനുള്ള സാധ്യതയും കൂടുതലായിട്ടാണ് കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ജീവിതമാർഗം അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നവർക്കെല്ലാം പ്രമോഷൻ കിട്ടുവാനും ഇതുവരെ കിട്ടാത്ത അംഗീകാരങ്ങൾ കിട്ടുവാനും
അതുപോലെ തന്നെ സ്ഥാനക്കയറ്റത്തിനുള്ള മാർഗങ്ങളും സേനാധിപത്യം വഹിക്കുന്ന പോലീസ് മേധാവികൾ അല്ലെങ്കിൽ അതുപോലെ ആർമി ഡിപ്പാർട്ട്മെൻറ്റിൽ നാവികസേന, കരസേന, വ്യോമസേന അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണമേന്മയും നേട്ടങ്ങളും അതുപോലെ തന്നെ അംഗീകാരങ്ങളും കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും. അനാരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്നിരുന്നാലും ദേഹസംബന്ധമായിട്ടുള്ള വ്രണസംബന്ധമായിട്ട് ത്വക്ക് സംബന്ധമായിട്ട് അലർജി സംബന്ധമായിട്ട് ചെറിയ ചെറിയ രോഗങ്ങൾക്ക് കടന്നുകയറ്റം വരുവാനുള്ള സാധ്യത. അതിനാണ് നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ ആയുധപൂജ, സർപ്പപ്രീതി വരുത്തുവാനുള്ള സാധ്യത ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചുകൂടി ഇമേജ് കൂട്ടുവാനുള്ള അല്ലെങ്കിൽ അവർ ഇടപെടുന്ന കാര്യങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ നിരത്തുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നവർക്കെല്ലാം അംഗീകാരങ്ങൾ കൂടുതൽ കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കേസ് വഴക്കുകളെല്ലാം നടക്കുകയാണെങ്കിൽ അത് ഒത്തുതീർപ്പാകാനും അല്ലെങ്കിൽ അത് അനുകൂലപരമായിട്ട് വരുവാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏതായാലും ഉത്തമപരമായിട്ടുള്ള സമയമാണ്. പുതിയ വാഹനം വാങ്ങിക്കുവാൻ തീരുമാനിക്കുന്നവർക്കും ഉത്തമമായിട്ടുള്ള സാധ്യതയാണ്. ഇലക്ട്രിക് സംബന്ധമായിട്ടും ഇലക്ട്രോണിക് സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൻകിട ഗുണാനുഭവങ്ങളും ജോലി സാധ്യതകളും പെട്ടെന്ന് തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും സ്വദേശത്തേക്ക് വന്ന് സെറ്റാകാൻ തീരുമാനിക്കുന്നവർക്കെല്ലാം ഗുണപരമായിട്ടുള്ള ഒരു ദിനങ്ങളാണ്. ഈ സമയമെല്ലാം തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഒരു അവസരമാണ് കാണുന്നത്. വസ്ത്രലാഭം, വാഹന ലാഭം, ഭൂമി ലാഭം, വസ്തുലാഭം എന്നിവയെല്ലാം തീർച്ചയായും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതി മേഖലയിൽ അതായത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഒരു കുതിപ്പന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും വൻകിട നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും ഡോക്ടേഴ്സുമാർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇവർക്ക് ചെയ്യേണ്ട പരിഹാരം ശാസ്താവിന് നീരാഞ്ജനം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്ന പക്ഷം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും 7 ശനിക്ക് വേണ്ടി ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ വ്യാഴൻ 2-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാര്യം തന്നെ ഗുണാനുഭവങ്ങൾക്ക് നല്ല സാധ്യത കൂടുതൽ കാട്ടി വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗമനം, വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സൗകര്യങ്ങൾ കൂടുതലും കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ മാസം ഈ ദിവസങ്ങളിൽ അതായത് ഈ 15 തൊട്ട് 31 വരെയുള്ള ദിവസങ്ങളിൽ വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്തു വരുന്നത് വിവാഹ സംബന്ധമായ എൻഗേജ്മെൻറ്റുകളിൽ നടക്കുവാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നമസ്കാരം.